കാസർഗോഡ് കുമ്പള ദേശീയപാതയിലെ ആരിക്കാടി താൽക്കാലിക ടോൾ ബൂത്ത് പൂർണ്ണമായി നീക്കം ചെയ്യുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു. ടോൾ പ്ലാസയിലെ ഹമ്പുകളും ഡിവൈഡറുകളും നീക്കം ചെയ്യുന്നതിനു വേണ്ടിവരുന്ന ചിലവിന്റെ വിശദമായ എസ്റ്റിമേറ്റ് സമർപ്പിക്കാൻ ദേശീയപാത അതോറിറ്റി നിർമ്മാണ കരാറുകാരായ ഊരാളുങ്കലിനോട് ആവശ്യപ്പെട്ടു. കേന്ദ്ര സർക്കാരിന്റെ പൊതുപരാതി പരിഹാര പോർട്ടൽ വഴി ലഭിച്ച പരാതിയിലാണ് ഈ നടപടി. You have reached the complete wedding mall in Kerala. രാജകുമാരിയുടെ വിവാഹ വസ്ത്രം അതിഗംഭീരമാക്കാൻ പോകുന്നു. ദേശീയപാത 66 വികസനവുമായി ബന്ധപ്പെട്ട് കാസർഗോഡ് കുമ്പള ആരിക്കാടിയിൽ സ്ഥാപിച്ച താൽക്കാലിക ടോൾ പ്ലാസയിലെ നിർമ്മിതികൾ നീക്കം ചെയ്യാൻ ഒടുവിൽ ഔദ്യോഗികമായി നടപടി തുടങ്ങി. ടോൾ ബൂത്തും അതിനോടനുബന്ധിച്ചുള്ള ഹമ്പുകളും ഡിവൈഡറുകളും നീക്കം ചെയ്യുന്നതിനുള്ള ചിലവ് കണക്കാക്കി അടിയന്തിരമായി എസ്റ്റിമേറ്റ് പ്രപ്പോസൽ സമർപ്പിക്കാനാണ് ദേശീയപാത അതോറിറ്റി കരാർ കമ്പനിയായ ഊരാളുങ്കൽ കാസർഗോഡ് എക്സ്പ്രസ് വേ പ്രൈവറ്റ് ലിമിറ്റഡിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ദേശീയപാതയുടെ നിർമ്മാണം പൂർണ്ണമായി പൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ ഇവിടെ താൽക്കാലിക ടോൾ പിരിവ് ആരംഭിച്ചിരുന്നു. സർവീസ് റോഡുകളുടെ നിർമ്മാണം പൂർത്തിയാകാത്തതും പ്രാദേശിക വാഹനങ്ങൾക്ക് ഇളവ് ലഭിക്കാതിരുന്നതും വലിയ ജനകീയ പ്രതിഷേധങ്ങൾക്കും നിയമ പോരാട്ടങ്ങൾക്കും കാരണമായി. തുടർന്നാണ് ഇവിടെയുള്ള താൽക്കാലിക ടോൾ പിരിവ് അധികൃതർ നിർത്തിവെച്ചത്. ദേശീയപാത അതോറിറ്റിയുടെ കണ്ണൂർ പ്രോജക്ട് ഇംപ്ലിമെന്റേഷൻ യൂണിറ്റിൽ നിന്ന് മുൻപ് ലഭിച്ച വിവരാവകാശ രേഖകൾ പ്രകാരം ജനുവരി 12 മുതൽ ഫെബ്രുവരി 4 വരെയുള്ള കേവലം 24 ദിവസമാണ് ഇവിടെ ടോൾ പിരിവ് നടന്നിരുന്നത്. ഈ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ 2,71,00,000-ലേറെ രൂപയാണ് ടോൾ പ്ലാസയിൽ നിന്ന് പിരിച്ചെടുത്തിരുന്നത്. എന്നാൽ ആധുനിക രീതിയിലുള്ള ഈ ടോൾ പ്ലാസയുടെ നിർമ്മാണത്തിനും ക്യാമറകൾ സ്ഥാപിക്കുന്നതിനുമായി ആകെ ചിലവഴിച്ചിരുന്നത് 2.15 കോടി രൂപ മാത്രമായിരുന്നു എന്നും രേഖകൾ വ്യക്തമാക്കുന്നുണ്ട്. ടോൾ പിരിവ് അവസാനിപ്പിച്ചെങ്കിലും ഈ ഭാഗത്ത് സ്ഥാപിച്ചിരുന്ന വലിയ കോൺക്രീറ്റ് ഡിവൈഡറുകളും വൻ ഹമ്പുകളും മാറ്റാൻ അധികൃതർ തയ്യാറാകാതിരുന്നത് പിന്നീട് വലിയ യാത്രാക്ലേശത്തിന് കാരണമായി. രാത്രികാലങ്ങളിൽ വെളിച്ചമില്ലാത്തതിനാൽ ദൂരസ്ഥലങ്ങളിൽ നിന്നെത്തുന്ന വാഹനങ്ങൾ ഈ ഹമ്പുകളിൽ പെട്ടെന്ന് ബ്രേക്ക് ഇടുന്നതും അപകടത്തിൽപ്പെടുന്നതും ഇവിടെ പതിവായിരുന്നു. ഈ ഗതാഗത തടസ്സങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് പൊതുജനങ്ങൾ കേന്ദ്ര പോർട്ടൽ വഴി വീണ്ടും പരാതി നൽകിയത്. പൊതുജനങ്ങളുടെ പരാതി പരിഗണിച്ചുകൊണ്ട് കണ്ണൂർ നാഷണൽ ഹൈവേ പ്രോജക്ട് ഡയറക്ടർ ഉമേഷ് കെ ഗാഡ് ജൂലൈ 1 കരാറുകാർക്ക് ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകിയത്. ഊരാളുങ്കൽ കമ്പനി സമർപ്പിക്കുന്ന എസ്റ്റിമേറ്റിന് ഉയർന്ന അധികാരികളിൽ നിന്ന് അനുമതി ലഭിച്ചാലുടൻ ഹമ്പുകൾ പൊളിച്ചുമാറ്റുന്ന പണികൾ ആരംഭിക്കും. ഇതോടെ മാസങ്ങളായി ഈ ഭാഗത്തുണ്ടായിരുന്ന ഗതാഗത കുരുക്കിനും അപകടാവസ്ഥയ്ക്കുമാണ് ശാശ്വത പരിഹാരമാകുന്നത്. ന്യൂസ് 40 ലൈവ് കാസർഗോഡ്.